സാധാരണഗതിയിൽ ആലപ്പുഴയിൽ ഇങ്ങനെ പ്രശ്നങ്ങളൊന്നും നമ്മൾ കാണാത്തൊരു സ്ഥലമാണ്. ആർപ്പുവിളികളൊക്കെ പ്രവർത്തകരുടെ ഭാഗത്ത് ഉണ്ടാവുകയാണ്. അത് ഇടത് ക്യാമ്പിൽ നിന്നാണ് ആർപ്പുവിളി ഉണ്ടാകുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. UDF പ്രവർത്തകർ പോലീസുമായി സംസാരിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇപ്പോഴും അവർ ആ കൊടി ഉയർത്തി കാണിച്ചുകൊണ്ടിരിക്കുന്നു. ഇരുപാളയത്തിൽ നിന്നും ഇപ്പുറത്ത് നിന്ന് ത്രിവർണ്ണ പതാകയുടെ കൊടി ഉയരുന്ന സമയത്ത് അപ്പുറത്ത് ചെങ്കൊടികൾ ഉയർത്തിക്കാട്ടിക്കൊണ്ട് ആ തലത്തിലും ആ പോര് തുടരുകയും ചെയ്യുകയാണ്. ആളുകൾ പിന്തിരിഞ്ഞു പോകാനേ തയ്യാറാകുന്നില്ല. സമയം മുന്നോട്ട്, അതായത് കൊട്ടിക്കലാശത്തിന് സമയമൊക്കെ അവസാനിച്ചു. രഘുനാഥ് നാരായണനുണ്ട്. രഘു കേൾക്കാമോ? കേൾക്കാം. ഹരിപ്പാട് നിയമസഭാ മണ്ഡലങ്ങളിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. പരസ്യപ്രചാരണം അവസാനിപ്പിച്ചിട്ട് ഏകദേശം 15 മിനിറ്റായി. ഇരുകൂട്ടരും പിരിഞ്ഞു പോകാൻ വേണ്ടി തയ്യാറായിട്ടില്ല UDF LDF പ്രവർത്തകർ. ഇരുകൂട്ടരും പരസ്പരം കുറച്ചധികം നേരമായി നിന്ന് കൂകി വിളിക്കുന്നു. ഇടയ്ക്കിടയ്ക്ക് ചെറിയ കയ്യാങ്കളി ഉണ്ടാകുന്നുണ്ട്. ഇടയ്ക്ക് ഇവിടെ ഹരിപ്പാട് നിയമസഭാ മണ്ഡലത്തിലെ പ്രധാനപ്പെട്ട ഇരുവിഭാഗത്തിൻ്റെ നേതാക്കളൊക്കെ ഇടയ്ക്ക് നിർത്തിയാണ് പ്രവർത്തകരെ പരമാവധി കയ്യാങ്കളിയിലേക്ക് പോകാതിരിക്കാനുള്ളൊരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കിപ്പോഴും ദൃശ്യങ്ങളിൽ നിന്ന് കാണാം. ഇരുവിഭാഗവും പരസ്പരം കൂകി വിളിക്കുന്നു. കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട ആരോപണമെന്ന് പറയുന്നത് ഈ CPMൻ്റെ ആളുകൾ നിൽക്കുന്ന, അല്ലെങ്കിൽ LDFൻ്റെ ആളുകൾ നിൽക്കുന്നത് കോൺഗ്രസ് ഓഫീസിൻ്റെ മുമ്പിലാണ്. കോൺഗ്രസിൻ്റെ അവർക്ക് കുറച്ചുകൂടെ പിന്നാട്ട് ഒരു 50 മീറ്റർ അപ്പുറത്തേക്ക് മാറിയായിരുന്നു LDFന് ഇലക്ഷൻ കമ്മീഷൻ ഈ കൊട്ടിക്കലാശത്തിനുള്ള സ്ഥലം അനുവദിച്ചിരിക്കുന്നത്. പക്ഷേ അവിടെ നിന്ന് മുമ്പേക്ക് വരികയും അത് ഈ പരസ്യപ്രചരണം നടപ്പാക്കിയതിന് പരസ്യപ്രചരണം അവസാനിപ്പിച്ചതിന് ശേഷവും പിരിഞ്ഞു പോകാതെ ഇരിക്കുകയാണ്. പ്രധാനപ്പെട്ട കോൺഗ്രസുകാരുടെ ആരോപണമെന്ന് പറയുന്നത് ഈ LDF പ്രവർത്തകർ സ്ഥലം മാറി വന്നു എന്നുള്ളതാണ് ഇവരുടെ പ്രധാനപ്പെട്ട ആരോപണം.